കെട്ടാനായില്ല. പെട്ടെന്ന് നഥാന്യ കരഞ്ഞു. മറിയം കണ്ണു തുറന്നതും ആ രൂപം അപ്രത്യക്ഷമായി. അവൾ എഴുന്നേറ്റ് കുഞ്ഞിനെ എടുത്ത് നടന്നു. അവൾ നോക്കുമ്പോൾ ദാവീദ് നല്ല ഉറക്കമായിരുന്നു. കുഞ്ഞുറങ്ങിയപ്പോൾ മറിയം കുഞ്ഞിനെ ബെഡിൽ കിടത്തി അടുത്തു കിടന്നു. വീണ്ടും മറിയം ഉറക്കമായപ്പോൾ കുഞ്ഞ് കരഞ്ഞു. 2-3 തവണ ഇത് ആവർത്തിച്ചപ്പോൾ മറിയം ഉറങ്ങാതെ കിടന്നു. പുറത്ത് കാറ്റ് വീശുന്ന ശബ്ദം അവൾ കേട്ടു. മറിയം കുഞ്ഞിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. നഥാന്യ കണ്ണു തുറന്നപ്പോൾ മറിയം മുകളിലേക്ക് നോക്കി. പൊടുന്നനെ കറുത്ത രൂപം അപ്രത്യക്ഷമായി. മറിയം എഴുന്നേറ്റ് ചുറ്റും നോക്കി. ദാവീ, ദാവീ! അവൾ ദാവീദിനെ എഴുന്നേൽപ്പിച്ചു. നീ ഉറക്കിക്കോ മോളെ, അവൻ തിരിഞ്ഞു കിടന്നു പറഞ്ഞു. ദാവീ! മറിയം അവന്റെ പുറത്തേക്കടിച്ചു. എന്താ പാക്ക്? ദാവീദ് എഴുന്നേറ്റിരുന്നു. ആ കറുത്ത രൂപം. കറുത്ത രൂപമോ? ദാവീദ് ചോദിച്ചു. അതെ, അത് മോൾക്ക് ചുറ്റും കറങ്ങുന്നത് ഞാൻ കണ്ടു. നിനക്ക് തോന്നിയതാകും. അല്ല ദാവീ, ഞാൻ കണ്ടു. അതാ മോൾ ഇടയ്ക്കിടയ്ക്ക് കരയുന്നത്. നിനക്കെന്താ പാക്ക്? നമ്മളുള്ളപ്പോൾ നമ്മുടെ മോളെ ആരെന്ത് ചെയ്യാനാ? നിനക്കറിയില്ലേ ദാവീ, ഇതേ സാത്താനാ വിശുദ്ധനായ ഇമ്മാനുവേലിന്റെയും ഇരുണ്ട ഭൂമിയുടെ രാജ്ഞിയായ എസ്തേറിന്റെയും കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. സ്വന്തം അനുയായികളെ പോലും നശിപ്പിക്കാൻ ശ്രമിക്കും സാത്താൻ. എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. അതിൽ ആരുടെയൊക്കെ ജീവൻ നഷ്ടമാകുമെന്ന് ഞാൻ ചിന്തിക്കില്ല. മതി, നീ ഉറങ്ങാൻ നോക്ക്. കിടക്കും മറിയം. മറിയം കുഞ്ഞിന്റെ അടുത്ത് കിടന്നു. ദാവീദ് മറിയത്തെയും കണ്ണു തുറന്ന് കിടക്കുന്ന കുഞ്ഞിനെ നോക്കി. യാഹേ, എസ്തേറോളം അപകടകാരിയായ മറ്റൊന്നും ഈ ലോകത്തില്ല. ദാവീദ് ബെഡിൽ ചാരിയിരുന്നു. എന്താ ജോനത്താൻ ആലോചിക്കുന്നത്? റിബേക്ക ചോദിച്ചു. കുഞ്ഞിനെ കാണാൻ പോകണ്ടേ? വേണം, റിബേക്ക പറഞ്ഞു. എല്ലാം വാങ്ങണം. ഏഥനിലെ രാജകുമാരിക്ക് കളിപ്പാട്ടങ്ങൾ, കുഞ്ഞുടുപ്പുകൾ, എല്ലാം. ഒന്നും വിട്ടുപോകരുത്. എല്ലാം വാങ്ങണം. സേറ എന്റെ അനിയത്തിയല്ലേ ജോ? അപ്പോ ആ കുഞ്ഞിന് ഞാൻ ആരാ? അവളുടെ അമ്മയുടെ ചേച്ചി. ഒരാചാരവും മുടക്കണ്ട. റിബേക്ക ചിരിച്ചു. ദാവി, സ്നഗി പോരെ, ഈ തുണി എന്തിനാ? കുഞ്ഞിന് തുണി കെട്ടിക്കൊടുത്ത് മറിയം ചോദിച്ചു. ദാവീദ് കുഞ്ഞിനെ എടുത്തു. സ്നഗി ഒന്നും എപ്പോഴും വിട്ടു കൊടുക്കണ്ട, കുഞ്ഞിന് നല്ലതല്ല. തുണി മതി. മമ്മയോട് ഞാൻ പറഞ്ഞു വാങ്ങിപ്പിച്ചതായത്. നമുക്ക് സ്നഗിയൊന്നും വേണ്ടാട്ടോ കുഞ്ഞിപ്പാഗ്. ദാവീദ് കുഞ്ഞിനെ കുഞ്ചിച്ചു. അപ്പോ ആരിടയ്ക്കിടയ്ക്ക് തുണി മാറ്റും? മറിയം കുഞ്ഞിനെ എടുത്ത് നടന്ന ദാവീദിനോട് ചോദിച്ചു. നീ, ദാവീദ് പറഞ്ഞു. അബ്ബയ്ക്ക് ആകെ നിന്നെ എടുത്തു നടക്കാൻ അറിയാം. മറിയം എഴുന്നേറ്റ് തുണികൾ മടക്കി വെച്ചു. നീ നാനൂനെ ഇവിടെ കിടത്തിക്കോ, അല്ലേൽ ഉണ്ണിമൂത്രം പുണ്യാഹമാക്കൂ അവൾ. ആണോ? അബ്ബയെ നീ ഒന്നുകൂടെ കുളിപ്പിക്കുവോ? ദാവീദ് കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി. കുഞ്ഞ് ഒന്നും മനസ്സിലാകാതെ ദാവീദിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ദാവി, ആര്യൻ അവിടേക്ക് വന്നു. നാനു ഉറക്കമാണോ? ഏയ്, ഞങ്ങൾ ഉറങ്ങി എഴുന്നേറ്റു. പാല് കുടിച്ച് കുഞ്ഞ് വയറ് നിറച്ചു അല്ലേ? ദാവീദ് പറഞ്ഞത് കേട്ട് മറിയം ചിരിച്ചുകൊണ്ട് തുണികളെല്ലാം പെട്ടിയിൽ വെച്ചു. എന്നാൽ കുറച്ചുനേരം ഞാൻ കളിപ്പിക്കട്ടെ. ആര്യൻ കുഞ്ഞിനെ വാങ്ങി. നനവിനൊപ്പം ചൂട് തട്ടിയപ്പോൾ ആര്യൻ ഷർട്ടിലേക്ക് നോക്കി. ദാവീദിനെയും. എന്താടാ? ചീച്ചി. ആര്യൻ പറഞ്ഞത് കേട്ടപ്പോൾ മറിയവും ദാവീദും ചിരിച്ചു. ദാവി എസ്കേപ്പായി. ദാവിക്ക് കിട്ടേണ്ടതാ. മറിയം വന്ന് കുഞ്ഞിനെ വാങ്ങി. നാനു അങ്കിളിന് പുണ്യാഹം തളിച്ചല്ലേ? അവൾ കുഞ്ഞിനെ കിടത്തി തുണി മാറ്റിക്കൊടുത്തു. ദാവി, ആരോൺ അവിടേക്ക് വന്നു. ദാവി, ആരോഹാൻ വന്നിട്ടുണ്ട് കുഞ്ഞിനെ കാണാൻ. വരാൻ പറയൂ, ദാവീദ് പറഞ്ഞു. ആരോൺ ആരോഹാനു വേണ്ടി വാതിൽ തുറന്നു കൊടുത്തു. ആരോഹാൻ നഥാനിക്ക് വേണ്ടി സമ്മാനങ്ങളുമായാണ് വന്നത്. എന്തിനാ ആരോഹാൻ ഇതെല്ലാം? മറിയം ചോദിച്ചു. ആവശ്യമില്ലെന്നറിയാം സാറാ. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതെന്തും കുഞ്ഞ് സാറായിക്ക് വേണ്ടി അവളുടെ അബ്ബയും ഈമയും ഇവിടെ എത്തിച്ചു കൊടുക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഞങ്ങളുടെ കുഞ്ഞ് സാറായിക്ക് വേണ്ടി എന്റെ കുഞ്ഞ് സമ്മാനം. ആരോഹാൻ, നാനുവിന് വേണ്ടത് സമ്മാനങ്ങളല്ല, താങ്കളുടെ അനുഗ്രഹമാണ്, ദാവീദ് പറഞ്ഞു. അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാകും. അദ്ദേഹം നഥാനിയുടെ തലയിൽ കൈവച്ച് കണ്ണുകൾ അടച്ചു. യാഹേ, ഈ കുഞ്ഞിനങ്ങ് തുണയായിരിക്കണമേ. കുറച്ചു നേരം സംസാരിച്ച് ആരോഹാൻ പോകാനിറങ്ങി. സേറാനോട് ഇതുവരെ കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലേ മേലേക്ക്? ഇല്ല. പറഞ്ഞുകൂടെ മേലേക്ക്? അതല്ലേ നല്ലത്. ഇല്ല ആരോഹാൻ, നാനു വിശുദ്ധയാണെന്നറിഞ്ഞാൽ മോളെ എനിക്ക് പോലും കാണാൻ അവൾ സമ്മതിക്കില്ല. അവളുടെ സുരക്ഷയും മറികടന്ന് മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ
ഈ ഇസ്രായേൽ തന്നെ അവൾ ഇല്ലാതെയാക്കും. അതിന് അവളിലെ എസ്തേർ ഏത് വഴിയും തിരഞ്ഞെടുക്കും. എന്റെ മറിയത്തെ എനിക്ക് വിട്ടുകളയാനാകില്ല ആരോഹാൻ, മോളെയും. അതുകൊണ്ട് ഒരു സാധാരണ കുഞ്ഞാണെന്ന് എന്റെ മറിയം കരുതിക്കോട്ടെ. പക്ഷെ മേലേക്ക്, വിശുദ്ധ രക്തത്തെ തേടി സാത്താൻ വരും. അത് സാറ കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ ഞാൻ എന്റെ മോള് വിശുദ്ധയാണെന്ന് പറയാതെ മറിയം അത് വിശ്വസിക്കില്ല. ശരി മേലേക്ക്, അങ്ങയുടെ ഇഷ്ടം പോലെ. എങ്കിൽ ഞാൻ പോകുന്നു. ദൈവം സദാ അങ്ങയോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. മറിയം കോണിപ്പടികൾ ഇറങ്ങി ഹാളിലേക്ക് വന്നു. നാനു ഉറങ്ങിയോ മോളെ? കാതറിൻ ചോദിച്ചു. ആ ആന്റി, ഉറങ്ങി. മറിയം സോഫയിലിരുന്നു. ദാവി എവിടെ ആന്റി? ദാവിയും അക്കുവും കൂടി പുറത്തേക്ക് പോയിരിക്കുക. അതെന്താ പെട്ടെന്ന്? അതോ, നിനക്കുള്ള ലേഹ്യവും മരുന്നും ഒക്കെയായി നിന്റെ ജാനുവും ലക്കിയും വരുന്നുണ്ട്. അവരെ പിക്ക് ചെയ്യാൻ പോയതാ. ലേഹ്യമോ? മറിയം ചോദിച്ചു. ആ, എന്നെക്കൊണ്ട് എത്ര കഴിപ്പിച്ചിരിക്കുന്നു മാമി, കാതറിൻ പറഞ്ഞു. ദാവിയെ പ്രസവിച്ച് കിടക്കുമ്പോൾ ലക്കിയും അക്കുവും പോയി മാമിയെ കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ തേച്ചുകുളിയും ലേഹ്യവും അരിഷ്ടവും. എനിക്കിതൊന്നും കഴിക്കാൻ വയ്യ ആന്റി. അതൊന്നും പറഞ്ഞാൻ പറ്റില്ല, കേറ പറഞ്ഞു. ഞങ്ങളൊക്കെ പ്രസവിച്ച ശേഷം ഇതൊക്കെ കഴിച്ചതാ. അല്ലെങ്കിൽ ഇവളോട് എന്തിനാ പറയുന്നത്? ദാവിയോട് പറഞ്ഞാ മതി, അവൻ കഴിപ്പിച്ചോളൂ. മമ്മ ഈയിടെയായി എന്നെ ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മറിയം ചിരിച്ചു. പെട്ടെന്നാണ് കുഞ്ഞിന്റെ കരച്ചിൽ മറിയം കേട്ടത്. അവൾ വേഗം എഴുന്നേറ്റ് കോണിപ്പടികൾ കയറി. മോളെ ഇങ്ങനെ ഓടല്ലേ, കാതറിൻ പറഞ്ഞു. മറിയം ചെല്ലുമ്പോൾ കുഞ്ഞ് കരച്ചിലായിരുന്നു. അവൾ ചുറ്റും നോക്കി. എന്നിട്ട് വേഗം ചെന്ന് കുഞ്ഞിനെ എടുത്തു. മമ്മ വന്നല്ലോ. മമ്മയുടെ നാനു എന്തിനാ കരയുന്നേ? അവൾ കുഞ്ഞിനെ എടുത്തു. കരയണ്ടാട്ടോ, മമ്മ ഉണ്ടല്ലോ അടുത്ത്. ഇല്ലേ? ഒന്നുമില്ലാട്ടോ. അവൾ കുഞ്ഞിനെ എടുത്ത് നടന്നു. കുഞ്ഞുറങ്ങിയപ്പോൾ മറിയം കുഞ്ഞിനെ ബെഡിൽ കിടത്തി. അടുത്ത് മറിയം കുഞ്ഞിനെ നോക്കിക്കിടന്നു. എന്തെന്നില്ലാതെ അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഓരോന്നാലോചിച്ച് മറിയം ഉറക്കത്തിലേക്ക് വീണു. എസ്തേർ, മറിയം ഉറക്കത്തിൽ വിളി കേട്ടു. നിന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോവുകയാണ്, ഈ വിശുദ്ധ രക്തത്തെ. ഇല്ല, എന്റെ കുഞ്ഞിനെ ഞാൻ തരില്ല. എന്റെ കുഞ്ഞ് വിശുദ്ധയല്ല, മറിയം ഉറക്കത്തിൽ പറഞ്ഞു. നിന്റെ കുഞ്ഞ് വിശുദ്ധയാണ്. എനിക്ക് ഈ രക്തം വേണം എസ്തേർ. അല്ലെങ്കിൽ നീ എന്നെ ആരാധിച്ചേ മതിയാകൂ. ഇല്ല, വേണം. അല്ലെങ്കിൽ നിന്റെ കഴിഞ്ഞ ജന്മം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. പക്ഷെ നിനക്ക് പകരം ഞാൻ എടുക്കുക ദാവീദിന്റെയും നിന്റെ കുഞ്ഞിന്റെയും ജീവനായിരിക്കും. നോ! മറിയം ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ് ചുറ്റും നോക്കി. മറിയം ആകെ വിയർത്തിരുന്നു. അവൾ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചുറ്റും നോക്കി. എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും കൊടുക്കില്ല. യാഹേ, എന്തിനെന്നെ പരീക്ഷിക്കുന്നു? മതിയായില്ലേ ഇത്? മറിയത്തിന്റെ കണ്ണീര് കുഞ്ഞിന്റെ നെറ്റിയിൽ പതിഞ്ഞു. ദാവീദ് റൂമിലേക്ക് വരുമ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ വേഗം ചെന്ന് വാതിൽ തുറന്നപ്പോൾ മറിയം കുഞ്ഞിന്റെ അടുത്തുണ്ടായിരുന്നു. അവൾ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു. ദാവീദ് ചെന്ന് കുഞ്ഞിനെ എടുത്തു. മറിയം, മറിയം! ദാവീദ് അവളെ കുലുക്കി വിളിച്ചു. അവൾ ദാവീദിനെ നോക്കി. നാനു കരയുന്നത് നീ കേട്ടില്ലേ? എന്താലോചിച്ചിരിക്കുവാ നീ? ഒന്നുമില്ല ദാവി. അവൾ കുഞ്ഞിനായി കൈ നീട്ടിയെങ്കിലും ദാവീദ് കുഞ്ഞിനെ കൊടുത്തില്ല. എന്തുപറ്റി നിനക്ക്? നീ എന്താ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നത്? ദാവി, നമുക്ക് പോകാം. പോകേ? എവിടേക്ക്? ഞാൻ എവിടെ പോയാലും അതെന്നെ വേട്ടയാടും. ഓടി ഒളിക്കുകയല്ല, നേരിടുകയാണ് വേണ്ടത്. എന്റെ ദാവീദിനും നാനുവിനും വേണ്ടി. അതിന് എസ്തേർ ആവണമെങ്കിൽ അങ്ങനെ, മറിയം ആലോചിച്ചു. എന്താപ്പൊക്കെ ആലോചിക്കുന്നത്? അവൾ അവനെ നോക്കി ചിരിച്ചു. ഒന്നുമില്ല ദാവി, വെറുതെ ഓരോന്ന് ആലോചിച്ചതാ. നാനു കരയാണോ? അവൾ ദാവീദിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കി പറഞ്ഞു. നല്ല മമ്മയാ നിന്റെ. ദാവീദ് നഥാനിയെ നോക്കി ചിരിച്ചു. അല്ല, എവിടെ ലക്കി അങ്കിൾ, എന്റെ ജാനു? ഇപ്പോ വരും. വന്നപാടെ ആര്യനെ പൊക്കിയിട്ടുണ്ട്. എന്തിന്? സോഫിയ. ദാവീദ് ചിരിച്ചു. മലയാളം മാഷ് ഇന്നത്തോടെ ഡെഡ് ബോഡി ആകുമോ? മറിയം ചിരിച്ചു. മറിയം ഒഴികെ എല്ലാവരും ഹാളിലിരുന്ന് സംസാരിക്കുമ്പോഴാണ് സെക്യൂരിറ്റി ഓഫീസിൽ നിന്ന് കോൾ വന്നത്. ആരോൺ വന്ന് ദാവീദിന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. കടത്തിവിടാൻ പറഞ്ഞേക്ക് ആരോൺ. ആരാ ദാവീദ് വരുന്നത്? ലക്കി ചോദിച്ചു. റിബേക്കയും ജോനഥാനും, ദാവീദ് പറഞ്ഞു. ജോനഥാനും റിബേക്കയും കാറിൽ നിന്നിറങ്ങി ഈതൻ ഹൗസ് മൊത്തം നോക്കി. അവർ നഥാന്യയ്ക്ക് വാങ്ങിയ സമ്മാനങ്ങളുമായി അകത്തേക്ക് ചെന്നു. വരൂ, നഥാൻ പറഞ്ഞു. വാ മോളെ. അക്കു ചിരിച്ചു. കുറേയായി നിങ്ങളിങ്ങോട്ട് വന്നിട്ട്.
ഇപ്പൊ വരാൻ വിശേഷമുണ്ടല്ലോ, ഞങ്ങൾ കുഞ്ഞിനെ കാണാൻ വന്നതാ, റിബേക്ക പറഞ്ഞു. അത് നന്നായി, കാതറിൻ പറഞ്ഞു. ശരിക്കും നീ സാറയ്ക്ക് ചേച്ചിയാണ്, അപ്പോ വരേണ്ടത് തന്നെയാ. ചേച്ചി, റിബേക്ക മനസ്സിൽ പറഞ്ഞു. എന്റെ അമ്മയെ കൊന്നിട്ട് എന്നോടിങ്ങനെ സ്നേഹം കാണിക്കാൻ എങ്ങനെ ഇവർക്ക് കഴിയുന്നു? അതെ ആന്റി, അതുകൊണ്ട് തന്നെ ഒരുപാട് സമ്മാനങ്ങളായിട്ടാ വന്നത്. കുഞ്ഞി ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും എല്ലാം ഉണ്ട്. എന്തിനാ റിബേക്ക ഇതെല്ലാം വാങ്ങിയത്? ദാവീദ് ചോദിച്ചു. അതെന്താ വാങ്ങിയാൽ ദാവി? കുഞ്ഞിനല്ലേ. എന്താ ജോനഥാൻ ഒന്നും മിണ്ടാത്തത്? ലക്കി ചോദിച്ചു. ഒന്നുമില്ല അങ്കിൾ, നിങ്ങൾ സംസാരിക്കുകയല്ലേ. ദാവീദ്, പെൺകുഞ്ഞാണ്, ചെലവുണ്ട്, ജോനഥാൻ പറഞ്ഞു. എടുത്തു വെച്ചിട്ടുണ്ട്. ദാവീദ് അവനെ നോക്കി. ദാവീദ് പറഞ്ഞതിന്റെ അർത്ഥം ജോനഥാനും മനസ്സിലായി. മിറിയവും കുഞ്ഞും എവിടെ? റിബേക്ക ചോദിച്ചു. റൂമിലാണ്, കേറ പറഞ്ഞു. ഞാൻ പോയി കണ്ടോട്ടെ? റിബേക്ക ദാവീദിനെ നോക്കി. നീ കുഞ്ഞിനെ കാണാൻ വന്നതല്ലേ മോളെ, പോയി കാണ്. നിൽക്ക്, ദാവീദ് പറഞ്ഞു. എന്താ ദാവി? വന്നതല്ലേ ഉള്ളൂ, എന്തായാലും കഴിക്ക്, ദാവീദ് പറഞ്ഞു. അതെ, എന്നിട്ട് കുഞ്ഞിനെ കാണാം, കാതറിൻ പറഞ്ഞു. ദാവീദ് റൂമിലേക്ക് ചെന്നു. പഗ്, എന്താ ദാവി? കുഞ്ഞിനെ കാണാൻ ഇവയും ജോനഥാനും വന്നിട്ടുണ്ട്. വാട്ട്? അവൾ ദാവീദിനെ നോക്കി. നോ, എന്റെ കുഞ്ഞിനെ അവർ കാണണ്ട. പഗ്, അവർ കണ്ടിട്ട് പൊയ്ക്കോട്ടെ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. മിറിയം കുഞ്ഞിനെ എടുത്തു പിടിച്ചു. മിറിയം പ്ലീസ്. ദാവീദ് അവളെ നോക്കി. നമ്മളുണ്ടല്ലോ മോളുടെ കൂടെ, അവരൊന്നും ചെയ്യില്ല. ഞാൻ പറയുന്നത് കേൾക്ക് പഗ്. ദാവി, ഞാനല്ലേ പറയുന്നത്, കണ്ടോട്ടെ, കണ്ടു പൊയ്ക്കോട്ടെ. അവർ വേർപെടുത്താൻ ശ്രമിച്ചതാ നമ്മളെ. നമ്മൾ സന്തോഷത്തോടെയാ ജീവിക്കുന്നത് എന്നവർ കാണണം, ദാവീദ് പറഞ്ഞു. പക്ഷെ ദാവി, ഒരു പക്ഷേയുമില്ല. മിറിയം മൂളി. ദാവീദ് അവളുടെ അടുത്തിരുന്നു. റിബേക്കയും ജോനഥാനും വരുമ്പോൾ അവർ കുഞ്ഞിനെ കളിപ്പിക്കുകയായിരുന്നു. വരൂ ഇവ, ദാവീദ് എഴുന്നേറ്റു. ഇതൊക്കെ ഞങ്ങൾ കുഞ്ഞിന് വാങ്ങിയതാ. റിബേക്ക അതെല്ലാം ബെഡിൽ വെച്ചു. ഞാനൊന്ന് എടുത്തോട്ടെ സേറാ കുഞ്ഞിനെ? മിറിയം മൂളി. റിബേക്ക മെല്ലെ കുഞ്ഞിനെ എടുത്തു. സേറയെ പോലെയാണല്ലോ അല്ലേ ജോ? റിബേക്ക ചോദിച്ചു. അതെ, അവൻ പറഞ്ഞു. പേരെന്താ ദാവി ഇട്ടത്? അവൾ ചോദിച്ചു. നഥാന്യ, നഥാന്യ മിറിയമേത്തൻ. നാനൂന്ന് വിളിക്കും. നല്ല പേര്, റിബേക്ക കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ആന്റീനെ മനസ്സിലായോ നാനൂന്? നാനൂന്റെ മമ്മിയുടെ ചേച്ചിയാണ്, റിബേക്ക കുഞ്ഞിനോട് പറഞ്ഞു. ദേ ചിരിക്കുന്നു. റിബേക്ക ജോനഥാനെ നോക്കി. റിബേക്കയുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്ന നേരം അത്രയും മിറിയത്തിന്റെ ഹൃദയം വേഗത്തിലിടിച്ചു. ജോനഥാൻ നഥാനിയുടെ കൈവിരൽ തൊട്ടപ്പോൾ അവൾ അവന്റെ വിരലിൽ പിടുത്തമിട്ടു. ജോയുടെ വിരലിൽ പിടിച്ചു, റിബേക്ക പറഞ്ഞു. അങ്കിളാണ് മോളുടെ. റിബേക്ക കുഞ്ഞിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. നഥാനിയ കുഞ്ഞി കണ്ണുകൾ ചിമ്മി അവളെ നോക്കി. റിബേക്ക നഥാനിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു. റിബേക്കയ്ക്ക് കുഞ്ഞിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല. ജോനഥാന്റെ കൈവിരലിൽ ചൂടെടുത്തു തുടങ്ങി. എങ്കിലും നഥാനിയയുടെ ചിരി നോക്കി നിൽക്കുകയായിരുന്നു ജോനഥാൻ. പതിവില്ലാതെ കുഞ്ഞ് നിർത്താതെ ചിരിക്കുന്നത് കണ്ട് ദാവീദും മിറിയവും പരസ്പരം നോക്കി. മിറിയത്തിന്റെ ഹൃദയമെടുപ്പ് കൂടി വന്നു. നാനു നല്ല ചിരിയാണല്ലോ, റിബേക്ക പറഞ്ഞു. കുഞ്ഞി കണ്ണുകൾ ചിമ്മി അവളെ നോക്കി. മിറിയത്തിന് കൈ ചൂടെടുക്കുന്നതായി തോന്നിയെങ്കിലും അവൾ കുഞ്ഞിന്റെ ചിരിയിൽ മയങ്ങിപ്പോയി. മിറിയം ദാവീദിന്റെ കൈ പിടിച്ച് അവനെ നോക്കി. നാനു, നീയൊന്ന് കരയെങ്കിലും ചെയ്യ്, അമ്മയ്ക്ക് നിന്നെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ. മിറിയം മനസ്സിൽ പറഞ്ഞതും മിറിയത്തിന്റെ മനസ്സ് വായിച്ചതെന്ന പോലെ കുഞ്ഞ് കരഞ്ഞു. പെട്ടെന്ന് മിറിയം കുഞ്ഞിനെ റിബേക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കുഞ്ഞ് കരച്ചിൽ നിർത്തി മിറിയത്തിന്റെ നെഞ്ചോട് പറ്റിക്കിടന്നു. കയ്യിൽ നിന്ന് കുഞ്ഞു പോയപ്പോൾ റിബേക്കയുടെ മുഖം മാറി. അവൾ കുഞ്ഞിനെ പിടിച്ചു നിൽക്കുന്ന മിറിയത്തെയും അവളുടെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന നഥാനിയെയും നോക്കി. കുഞ്ഞ് കരച്ചിൽ നിർത്തിയല്ലോ, ഞാൻ ഒന്നുകൂടെ എടുക്കട്ടെ സാറാ? കുഞ്ഞ് വിശന്നിട്ടാകും കരഞ്ഞത്, ഞാൻ പാല് കൊടുക്കട്ടെ? മിറിയം കുഞ്ഞിനെയും കൊണ്ട് തിരിഞ്ഞിരുന്ന് ടർക്കി എടുത്ത് തോളിലിട്ടു. ജോനഥാനും റിബേക്കയും റൂമിന് പുറത്തേക്ക് നടന്നു. വാതിൽ അടയ്ക്കുന്നതിന് മുൻപ് റിബേക്ക മിറിയത്തെ തിരിഞ്ഞു നോക്കി. കോണിപ്പടികൾ ഇറങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ ചിരിക്കുന്ന കുഞ്ഞിന്റെ മുഖം മാത്രമായിരുന്നു. ഏതോ മായക്കാഴ്ച കണ്ടെന്ന പോലെ അവർ ഹാളിലേക്ക് ചെന്നു. മിറിയം കുഞ്ഞിന്റെ മുടിയിൽ തലോടി. കുഞ്ഞിനെ കണ്ടില്ലേ മോളെ? കേറ ചോദിച്ചു. കണ്ടു ആന്റി, റിബേക്ക പറഞ്ഞു. നിന്റെ ടെൻഷൻ മാറിയില്ലേ പഗ്?
ദാവീദ് അവളുടെ അടുത്തിരുന്നു. ഇല്ല ദാവി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. നമ്മുടെ നാനു വിശുദ്ധയല്ലല്ലോ? മറിയം ദാവീദിനെ നോക്കി. അല്ല, ദാവീദ് കള്ളം പറഞ്ഞു. എന്താ അങ്ങനെ ചോദിക്കാൻ? എന്റെ സ്വപ്നത്തിൽ സാത്താൻ പറഞ്ഞു നമ്മുടെ കുഞ്ഞ് വിശുദ്ധ രക്തമാണെന്ന്. പണ്ടും ഇങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങളാണ് നമുക്ക് നമ്മളെ നഷ്ടമായത് എസ്തേർ. ദാവീദിന്റെ വാക്കുകളിൽ ദേഷ്യം കലർന്നിരുന്നു. ഇനിയും അത് ആവർത്തിക്കണോ നിനക്ക്? വേണ്ട, പക്ഷേ എന്റെ മനസ്സ് അസ്വസ്ഥമാണ് ദാവി. മറിയം കുഞ്ഞിനെയും കൊണ്ടെഴുന്നേറ്റു. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നോർത്ത്. വിശുദ്ധ രക്തമായ എനിക്കെന്തെങ്കിലും സംഭവിച്ചോ പഗ്? ദാവീദ് അവളുടെ മുന്നിൽ ചെന്ന് നിന്നു. നോക്ക്, ഇമ്മാനുവലും എസ്തേറുമാണ് നാനുവിന്റെ അബ്ബയും അമ്മയും അല്ലേ? ഇമ്മാനുവൽ വിശുദ്ധ ഏതൻ, എസ്തേർ ഇരുണ്ട ഭൂമിയുടെ രാജകുമാരി. നമ്മുടെ കണ്ണ് വെട്ടിച്ച് നമ്മുടെ കുഞ്ഞിനെ ആരെങ്കിലും തൊടുമോ? ഇല്ല, മറിയം പറഞ്ഞു. നീ നാനുവിന്റെ മമ്മ മാത്രമായി പോകുന്നു. അതിന്റെയാണ് ഈ ടെൻഷൻ. ഒരിക്കൽ സാത്താനെ ആരാധിച്ചിരുന്ന ഒരു വംശത്തിന്റെ രാജ്ഞിയായിരുന്ന നിനക്ക്, സാത്താന്റെ പ്രിയപ്പെട്ടവളായിരുന്ന നിനക്ക്, നിന്റെ ആ ദൈവത്തെയും നിന്റെ വംശത്തെയും ഈ ജന്മത്തിൽ എതിർക്കാനും തടഞ്ഞു നിർത്തുവാനുമുള്ള കഴിവുണ്ട്. നീ അത് ഇടയ്ക്ക് മറന്നുപോകുന്നു. നാനുവിനെ നോക്കുമ്പോൾ എനിക്ക് മറ്റൊന്നുമാകാൻ കഴിയില്ല ദാവി, നാനുവിന്റെ മമ്മയല്ലാതെ. പക്ഷെ എന്റെ കുഞ്ഞി പഗ് എല്ലാവരെയും വട്ടം കറക്കും അല്ലേ? ദാവീദ് കുഞ്ഞിന്റെ കൈപിടിച്ചു പറഞ്ഞു. ജോനത്താൻ ഡോറ് തുറന്ന് ഹാളിൽ വന്നിരുന്നു. റിബേക്കയും. ആ കുഞ്ഞിന്റെ മുഖം കണ്ണിൽ നിന്ന് പോകുന്നില്ല, ജോനത്താൻ പറഞ്ഞു. സത്യം, ആ കണ്ണുകൾക്ക് എന്തോ ശക്തിയുള്ളതുപോലെ ആ ചിരിയിൽ അലിഞ്ഞു പോകുന്നു. ഒരു കുഞ്ഞിന്റെ മുഖം എന്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിട്ടില്ല റിബേക്ക. അത്രയധികം നഥാന്യെ കീഴ്പ്പെടുത്തുന്നു. ആ കുഞ്ഞു വിരൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ കൈവിരലിലെ ചൂടനുഭവപ്പെട്ടു. അവൻ അവന്റെ വിരലിലേക്ക് നോക്കിയപ്പോൾ വിരൽ പൊള്ളിയിരിക്കുന്നു. പക്ഷേ ജോനത്താന് വേദന എടുത്തില്ല. കൈ പൊള്ളിയിരിക്കുന്നു, അവൻ പറഞ്ഞു. പെട്ടെന്ന് റിബേക്ക തന്റെ കൈയിലേക്ക് നോക്കി. എന്റെയും, പക്ഷേ വേദനയില്ല, അവൾ പറഞ്ഞു. ഇതെന്ത് മറിമായം? അവൾ ജോനത്താനെ നോക്കി. അറിയില്ല, ആ കുഞ്ഞിന് എന്തോ ശക്തിയുണ്ട് റിബേക്ക. ഇനി ആ കുഞ്ഞ് വിശുദ്ധരക്തമാകുമോ? ഇരുണ്ട ഭൂമിയിലെ ജന്മരഹസ്യരേഖ പ്രളയത്തിൽ നശിച്ചതോടെ അതറിയാൻ വഴിയില്ലാതെയായി. പക്ഷേ ദൈവത്തിന് ദൈവപുത്രനെ ഉണ്ടാകൂ. ദൈവപുത്രനാണ് ദാവീദ്. എങ്കിൽ അവന്റെ കുഞ്ഞും, അതും ജൂതയായ ഭാര്യയിൽ ജനിച്ച കുഞ്ഞ്, വിശുദ്ധരക്തമായിരിക്കും റിബേക്ക. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ ബലി കൊടുക്കേണ്ടി വരും. പക്ഷേ റിബേക്ക, ആ കുഞ്ഞിന്റെ മുഖം കണ്ട് എനിക്കങ്ങനെ സാധിക്കില്ല എന്ന് തോന്നുന്നു. എനിക്കും. ആ കുഞ്ഞു കണ്ണുകൾ ചിമ്മി തുറന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ. റിബേക്ക സോഫയിൽ ചാരിയിരുന്നു. എനിക്ക് ഇനിയും കാണണം ആ കുഞ്ഞിനെ. എനിക്കും, ജോനത്താൻ ദൂരേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നഥാന്യ ബെഡിൽ കിടന്ന് കൈകൾ ഉയർത്തി ചിരിച്ചു കളിച്ചുകൊണ്ടിരുന്നു. ഈ പെണ്ണിന് ഉറക്കമൊന്നുമില്ലേ? ദാവീദ് ചോദിച്ചു. എനിക്കറിയില്ല, ഒരേ ചിരി. എന്തെങ്കിലും പറ്റിയോ ആവോ? നമുക്ക് ഡോക്ടറെ കാണിച്ചാലോ? ഓടി, ദാവീദ് പറഞ്ഞു. എന്റെ മോള് കളിക്കട്ടെ, അവളുടെ ഇഷ്ടം പോലെ. ദാവീദ് കുഞ്ഞിനെ നോക്കി ചിരിച്ചു. വർഷങ്ങൾ ഓടിമറഞ്ഞു. കുഞ്ഞ് നഥാനിയയിൽ നിന്ന് അവൾ 4 വയസ്സിലേക്ക് വളർന്നു. ഇതിനിടയിൽ ആരോണിന്റെയും എമിയുടെയും വിവാഹം നടന്നു. അവർക്ക് ഒരാൺകുഞ്ഞ് ജനിച്ചു, ആദം. ജോനത്താനും റിബേക്കയും നഥാനിയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് മാത്രം മിറിയത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ ആര്യന്റെ കാര്യത്തിൽ മാത്രം ഒരു മാറ്റവും ഉണ്ടായില്ല. ഇന്ന് ഏഥനിൽ ആഘോഷമാണ്. നഥാനിയയുടെ 4ാമത്തെ ജന്മദിനം. നാനു! മിറിയം അലമാരയിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നതിനിടയിൽ വിളിച്ചു. നാനു! വിളി കേൾക്കാത്തതുകൊണ്ട് മിറിയം അലമാര അടച്ച് ബെഡിലേക്ക് നോക്കി. ഇതെവിടെ പോയി? അവൾ നോക്കുമ്പോൾ വാതിൽ തുറന്നു കിടന്നിരുന്നു. മിറിയം പുറത്തേക്ക് ചെന്നു. ആര്യ! വരാന്തയിൽ നിന്നിരുന്ന ആര്യനെ അവൾ വിളിച്ചു. എന്താ സേറ? നാനുവിനെ കണ്ടോ നീ? ഇല്ലല്ലോ. നാനു! മിറിയം താഴേക്ക് നോക്കുമ്പോൾ നഥാന്യ കോണിപ്പടികൾ പിടിച്ചിറങ്ങുന്നത് കണ്ടു. മിറിയം ഓടിച്ചെന്ന് കോണിപ്പടികൾ ഇറങ്ങി അവളെ എടുത്തു. നാനു, മമ്മ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് പടികൾ ഇറങ്ങരുതെന്ന്? നാനുവിന്റെ ഡോള് താഴെ വീണു മമ്മ. നിന്നെ ഞാൻ ബെഡിൽ ഇരുത്തിയതല്ലേ, എന്തിനാ ഇങ്ങോട്ട് വന്നേ? മിറിയം ചോദിച്ചു. സോറി മമ്മ, നഥാനിയ കുഞ്ചി പറഞ്ഞു. മിറിയം അവളെ കൊണ്ട് റൂമിലേക്ക് നടന്നു. മമ്മ, നാനുവിന്റെ ഡോളൊക്കെ മമ്മ എടുത്തു തരാം.
ഇന്ന് നാനുവിന്റെ ബർത്ത്ഡേ അല്ലേ? എത്ര ഗസ്റ്റ് വരും? ഡ്രസ്സെല്ലാം ഇട്ട് ഈ മുടിയൊക്കെ കെട്ടിവെച്ച് നാനുവിന് സുന്ദരിക്കുട്ടിയാകണ്ടേ? അബ്ബ വാങ്ങിയ പുതിയ ഡ്രസ്സ് ഇടണ്ടേ നമുക്ക്? അബ്ബയോട് നാനു പെക്ക. അതെന്താ അബ്ബയോട് പിണക്കം? മെറിയം അവളെ ബെഡിൽ നിർത്തിക്കൊണ്ട് ചോദിച്ചു. അബ്ബ ആന്റീനെ അങ്കിളിനെയും നാനുവിന്റെ ബർത്ത്ഡേക്ക് വിച്ചില്ല. ഏത് ആന്റിയും അങ്കിളിനെയും? അവൾ ചോദിച്ചു. ഇവ ആന്റി, ജോ അങ്കിളും, നഥാനിയ സങ്കടത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ മെറിയത്തിന്റെ മുഖം മാറി. നാനു എത്രയാ പറഞ്ഞു അപ്പയോട്? അപ്പൊ നാനുവിന് അബ്ബയേക്കാൾ ഇഷ്ടമാണോ അവരോട്? മെറിയം അവൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞു. അല്ല, നാനുവിന് അബ്ബയും അമ്മയുമാണ് ഇഷ്ടം. എന്നാലും നാനു അബ്ബയോട് പെക്കവാ. എന്നാൽ അബ്ബയും പിണക്കവാ. വാതിൽ തുറന്നുകൊണ്ട് ദാവീദ് പറഞ്ഞു. ദാവീദിനെ കണ്ടപ്പോൾ നഥാനിയ കൈകെട്ടി തിരിഞ്ഞു നിന്നു. ദാവീദ് മെറിയത്തെ നോക്കിയപ്പോൾ അവൾ ചിരിച്ചു. ദാവീദ് വന്ന് മെറിയത്തിന്റെ അടുത്ത് നിന്നു. അല്ലെങ്കിലും ദാവീദിനോട് സ്നേഹം എന്റെ പഗ്ഗിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പഗ്ഗിന് ഞാനൊരു ഉമ്മ കൊടുക്കട്ടെ. അവൻ മെറിയത്തിന്റെ കവിളിൽ ചുംബിച്ചു. അത് കണ്ടപ്പോൾ നഥാനിയ മുഖം വെറുപ്പിച്ചു. ഞാൻ കേക്ക് വാങ്ങാൻ പോവാൻ നിൽക്കുമായിരുന്നു. ഇനിയിപ്പോ എന്റെ കുഞ്ഞിപ്പഗ് മിണ്ടില്ലല്ലോ. അപ്പൊ കേക്ക് വേണ്ടല്ലോ പഗ്? വേണ്ട ദാവി, ഗസ്റ്റിനോടൊന്നും വരണ്ട എന്ന് പറഞ്ഞേക്ക്. ഇവരെ കാണാത്തതുകൊണ്ട് എല്ലാവരും റൂമിലേക്ക് വന്നു. അല്ല, എന്താ ഇവിടെ ഗൂഢാലോചന? നഥാൻ ചോദിച്ചു. താഴെ ഗസ്റ്റ് എല്ലാം വന്നു തുടങ്ങി. എന്തു പറ്റി എന്റെ നാനുവിന്? കാതറിൻ അവളെ എടുത്തു. അബ്ബയും മോളും പിണക്കത്തിലാണ്, മെറിയം പറഞ്ഞു. എന്തിന്? അക്കു ചോദിച്ചു. എന്തിനാ അക്കുവിന്റെ നാനു അബ്ബയോട് പിണങ്ങിയിരിക്കുന്നത്? ഞാൻ ഫംഗ്ഷൻ ഇവയും ജോനത്താനെ ക്ഷണിക്കാത്തതുകൊണ്ട്. അതിനാണോ നാനു അബ്ബയോട് പിണങ്ങിയത്? ഇനിയിപ്പോ എന്തു ചെയ്യും? ഇപ്പൊ വിളിക്കുന്നത് മോശമല്ലേ? കേറ പറഞ്ഞു. ഗസ്റ്റിനോട് പോകാൻ പറയാം അല്ലേ ദാവി? ആരോൺ പറഞ്ഞു. അപ്പൊ ഓർഡർ ചെയ്ത കേക്ക് ഞാൻ മുറിച്ചോളാം, ആര്യൻ പറഞ്ഞു. അല്ലേ ആദു? അവൻ ആദമിനെ നോക്കിയപ്പോൾ അവൻ ചിരിച്ചു. നഥാനിയ എല്ലാവരെയും നോക്കി. നാനു പിണക്കൊന്നും അല്ല, നഥാനിയ മെല്ലെ പറഞ്ഞു. നാനു എന്തെങ്കിലും പറഞ്ഞോ? ദാവീദ് ചോദിച്ചു. നാനു പിണക്കൊന്നും അല്ല അബ്ബാ. അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. കേട്ടില്ലേ, എന്റെ കുഞ്ഞിപ്പഗ് അബ്ബയുടെ പിണക്കമൊന്നുമല്ല. ആര്യ, എന്റെ നാനുവിന്റെ കേക്കിലെങ്ങാനും തൊട്ടാലുണ്ടല്ലോ. ഓ, അപ്പോ അബ്ബയും മോളും ഒന്ന്, ആര്യൻ പറഞ്ഞു. അങ്കിൾ, താഴെ ഗസ്റ്റ് എല്ലാം എത്തി, എമി വന്ന് പറഞ്ഞു. ദാവി, മോളെ റെഡിയാക്കി താഴെ വാ. കാതറിൻ നഥാനിയെ മെറിയത്തിന്റെ കയ്യിൽ കൊടുത്തു. അവരെല്ലാം പോയപ്പോൾ മെറിയം നഥാനിയുടെ മുടി കെട്ടിക്കൊടുത്തു. ദാവീദും മെറിയവും റെഡിയായി നഥാനിയെ കൂട്ടി താഴേക്ക് നടന്നു. ഹാള് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ഹാളിന്റെ ഒത്ത നടുവിൽ 3 തട്ടുകളായുള്ള വലിയ കേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്നവരെ നോക്കി തല താഴ്ത്തി വണങ്ങി. ദാവീദ് നഥാനിയെ എടുത്തു. എല്ലാവരും വന്ന് നഥാനിക്ക് സമ്മാനങ്ങൾ കൊടുത്തു. ദാവി, കേക്ക് കട്ട് ചെയ്യാം, നഥാൻ പറഞ്ഞു. ആ ബാ, ഒരു ഗസ്റ്റ് കൂടെ വരാനുണ്ട്, ദാവീദ് പറഞ്ഞു. ആരാ ദാവി? മെറിയം ചോദിച്ചു. അതൊക്കെ ഉണ്ട്, ദേ വരുന്നു, ദാവീദ് പറഞ്ഞപ്പോൾ മെറിയം വാതിലിന്റെ അടുത്തേക്ക് നോക്കി. റിബേക്ക, മെറിയം പറഞ്ഞു. ജോനത്താന്റെ ഒരു സമ്മാനവും കൊണ്ട് റിബേക്ക വരുന്നുണ്ടായിരുന്നു. ഇവ ആന്റി, നഥാനിയ ചിരിച്ചു. നഥാനിയുടെ ചിരി കണ്ട് മെറിയം നഥാനിയെ നോക്കി. ഹാപ്പി ബർത്ത്ഡേ നാനു. റിബേക്കയും ജോനത്താനും അവൾക്ക് സമ്മാനം കൊടുത്തു. താങ്ക് യു, നഥാനിയ പറഞ്ഞു. ഇനി കേക്ക് കട്ടിയാലോ, നഥാൻ പറഞ്ഞു. ഓക്കെ. ദാവീദും മെറിയവും നഥാനിയുടെ കൈ പിടിച്ച് കേക്ക് മുറിച്ചു. എല്ലാവരും ഒരുമിച്ച് വിഷസ് പറഞ്ഞു. ദാവീദും മെറിയവും കേക്ക് പീസ് എടുത്ത് നഥാനിയയ്ക്ക് കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ നാനു. മെറിയം അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. നഥാനിയ തിരിച്ചു. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞിപ്പഗ്, ദാവീദ് നഥാനിയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. കേക്കെല്ലാം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും സംസാരിക്കുന്നതിനിടയിൽ റിബേക്ക വന്ന് നഥാനിയെ എടുത്തു. നാനു, നാനുവിന്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ട്, അബ്ബ വാങ്ങിച്ചെന്നതാ. നിന്റെ അബ്ബ അല്ലെങ്കിലും ഏറ്റവും നല്ലതേ തിരഞ്ഞെടുക്കൂ, ദാവീദിനെ നോക്കിക്കൊണ്ട് റിബേക്ക പറഞ്ഞു. ആ, എന്റെ മമ്മയെ അബ്ബയുടെ ബെസ്റ്റ്, നഥാനിയ റിബേക്കയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അത് കേട്ടപ്പോൾ ദാവീദിൽ നിന്ന് നോട്ടം മാറ്റി റിബേക്ക നഥാനിയെ നോക്കി. നഥാനിയ അവളെ നോക്കി ചിരിച്ചു. നീ നിന്റെ മമ്മയെ പോലെ തന്നെയാ, റിബേക്ക പറഞ്ഞു.
നാം മമ്മയെ പോലെ അല്ലാതെ ആന്റിയെ പോലെ ആവില്ലല്ലോ. അതെന്റെ മമ്മയല്ലേ. നഥാനിയ ഉറക്കെ ചിരിച്ചു. നാനു. മിറിയം വന്ന് നഥാനിയയെ റിബേക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങി. നാനൂന് വിശക്കുന്നില്ലേ? അവൾ മൂളി. റിബേക്ക കഴിക്കുന്നില്ലേ? കഴിക്കണം. റിബേക്ക അടിമുടി മിറിയത്തെ നോക്കി. അങ്ങനെ എന്റെ സ്ഥാനത്ത് നീ അധികാരം ഉറപ്പിച്ചു. പക്ഷെ ഒന്ന് നീ ഓർത്തോ, മിറ ജീവിതം അവസാനിപ്പിക്കാൻ കാരണമായ ഒന്നുകൂടിയുണ്ട്. ദൈവത്തിന്റെ കുഞ്ഞ് ദൈവപുത്രനാകാത്തത് നിന്റെ മോളും വിശുദ്ധ രക്തമല്ല, നിനക്കും ഒരാത്മഹത്യ കാത്തിരിപ്പുണ്ട് സേറ. മിറിയം അതിന് മറുപടി ഒന്നും പറയാതെ കുഞ്ഞിനെയും കൊണ്ടുപോയി. മമ്മ, ആന്റി എന്താ പറഞ്ഞേ? ഒന്നുമില്ല. മിറിയം ചിരിച്ചു. പക്ഷെ മിറിയത്തിന്റെ മുഖം മാറിയത് നഥാനിയ ശ്രദ്ധിച്ചു. അവൾ റിബേക്കയെ തിരിഞ്ഞു നോക്കി. റിബേക്ക പ്ലേറ്റ് എടുത്ത് ഭക്ഷണം കഴിക്കാനിരുന്നു. നഥാനിയയുടെ മുഖം മാറി. റിബേക്ക നൂഡിൽസ് എടുത്ത് പ്ലേറ്റിൽ വെച്ച് കഴിക്കാനായി ഫോർക്ക് എടുത്ത് പ്ലേറ്റിലേക്ക് നോക്കിയപ്പോൾ അതെല്ലാം തിളച്ചു മറിയുന്ന പുഴുക്കളായി മാറി. പെട്ടെന്ന് റിബേക്ക പ്ലേറ്റ് തട്ടിമാറ്റി. എല്ലാവരും അവളെ നോക്കി. എന്താ റിബേക്ക? ജോനഥാൻ ചോദിച്ചു. പുഴുക്കൾ. പുഴുക്കളോ? എവിടെ? ജോനഥാൻ ചോദിച്ചു. എന്താ ഇവ? നഥാൻ ചോദിച്ചു. പ്ലേറ്റിൽ മുഴുവൻ പുഴുക്കൾ. എവിടെ? ഒന്നുമില്ലല്ലോ, ഇത് നൂഡിൽസ് അല്ലേ? ആര്യൻ പറഞ്ഞു. നിനക്ക് തോന്നിയതാകും റിബേക്ക. ആരോൺ അവളെ നോക്കി. മെൽസാരിറ്റ്, ഇത് വൃത്തിയാക്കൂ, നഥാൻ പറഞ്ഞു. വൃത്തിയാക്കി പോയപ്പോൾ നഥാൻ അവളെ നോക്കി. നീ ഇരിക്കെ. അവൻ പ്ലേറ്റ് എടുത്തു വെച്ചു. നൂഡിൽസ് എനിക്ക് വേണ്ട. അവൻ റൊട്ടി വെച്ചു കൊടുത്തു. നഥാനിയ മിറിയത്തിന്റെ ഇടുപ്പിലിരുന്ന് എല്ലാം നോക്കി. റിബേക്ക കഴിക്കാനായി കൈവച്ചതും അത് പച്ച മാംസമായി. അവൾ എഴുന്നേറ്റു. എന്താ ഇവ? എനിക്കൊന്നും വേണ്ട. ആന്റി ജ്യൂസ് കുച്ചോ? നഥാനിയ പറഞ്ഞപ്പോൾ ദാവീദ് മകളെ നോക്കി. നഥാനിയ ചിരിച്ചു. സെർവന്റ് അവൾക്ക് ജ്യൂസ് കൊണ്ടുവന്നു കൊടുത്തു. റിബേക്ക അത് കുടിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. യോ, ഇത് എരിയുന്നു, അവൾ പെട്ടെന്ന് പറഞ്ഞു. എരിയേ? ജോനഥാൻ അത് വാങ്ങിക്കുടിച്ചു. ഇല്ലല്ലോ, നല്ല മധുരമാണല്ലോ. നിനക്ക് എന്താ പറ്റിയത് റിബേക്ക? ഒന്നുമില്ല, എനിക്കൊന്ന് കിടക്കണം. നിങ്ങളുടെ റൂമുണ്ട് മുകളിൽ, നഥാൻ പറഞ്ഞു. ജോനഥാൻ റിബേക്കയെ റൂമിലേക്ക് കൊണ്ടുപോയി. ദാവീദ് മിറിയത്തിന്റെ അടുത്തേക്ക് വന്ന് നഥാനിയെ നോക്കി. വിളിച്ചു വരുത്തി പണി കൊടുക്കുന്നോ? ദാവീദ് മനസ്സിൽ പറഞ്ഞു. ഗസ്റ്റ് എല്ലാം പോയി കഴിഞ്ഞ് ദാവീദ് റൂമിലേക്ക് വരുമ്പോൾ നഥാനിയെ ഉറക്കാൻ കൊണ്ടുവന്ന മിറിയം ബെഡിൽ കിടന്നുറക്കമായിരുന്നു. നഥാനിയ തന്റെ പാവക്കുട്ടികൾക്കൊപ്പം കളിക്കുകയായിരുന്നു. ആഹാ, നാനു ഉറങ്ങിയില്ലേ? ഇല്ലപ്പാ, മമ്മ നാനൂനെ വെക്കാൻ നോക്കിയിട്ട് മമ്മ വങ്ങി. മമ്മ ഉറങ്ങിക്കോട്ടെ, നാനൂന് ഉറങ്ങണ്ടേ? ദാവീദ് അവളെ എടുത്തുകൊണ്ട് ചോദിച്ചു. അപ്പാ, നാനു ഇവ ആന്റിയുടെ ഒപ്പം ഉറങ്ങിക്കോളാം. നോനോ, ഇവിടെ ഉറങ്ങിയാ മതി. ദാവീദ് അവളെ ബെഡിൽ കിടത്തി. അബ്ബ, നാനു ആന്റിയുടെ ഒപ്പം ഉറങ്ങട്ടെ. ഇല്ല നാനു, അബ്ബ സമ്മതിക്കില്ല. അത് കേട്ടപ്പോൾ നഥാനിയ മിറിയത്തിന്റെ അടുത്തേക്ക് ചെരിഞ്ഞു കിടന്നു. മിറിയത്തിനെ കെട്ടിപ്പിടിച്ചു. ദാവീദ് ടവലെടുത്ത് ബാത്റൂമിൽ പോയപ്പോൾ നഥാനിയ കണ്ണു തുറന്ന് മിറിയത്തിന്റെ മുഖത്തേക്ക് നോക്കി. മിറിയം ഉറക്കമായിരുന്നു. നഥാനിയ അവളുടെ മമ്മയുടെ മുഖത്തേക്ക് മുഖം ചേർത്ത് ഉമ്മ കൊടുത്തു. മിറിയത്തെ കെട്ടിപ്പിടിച്ചു കിടന്നു. ദാവീദ് കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ മിറിയവും മോളും ഉറക്കമായിരുന്നു. ദാവീദ് നഥാനിയയുടെ അടുത്ത് വന്ന് കിടന്നു. അവൾക്കും മിറിയത്തിനും ഓരോ ഉമ്മകൾ കൊടുത്ത് മോളുടെ അടുത്ത് കിടന്നു. ദാവീദ് ഉറക്കമായപ്പോൾ നഥാനിയ എഴുന്നേറ്റിരുന്ന് അബ്ബയെയും മമ്മയെയും നോക്കി. ഒയങ്ങിക്കാട്ടാ, അവൾ അവരെ നോക്കി പറഞ്ഞ് മെല്ലെ ബെഡിൽ നിന്നിറങ്ങി. വാതിൽ മെല്ലെ തുറന്ന് പുറത്തേക്ക് നടന്നു. പതിഞ്ഞ വെളിച്ചത്തിൽ നഥാനിയ വരാന്തയിലൂടെ നടന്ന് റിബേക്കയുടെ റൂമിന്റെ ഡോറിൽ തട്ടി. ശബ്ദം കേട്ട് ജോനഥാൻ കണ്ണു തുറന്നു. റിബേക്ക, റിബേക്ക, അവൻ അവളെ വിളിച്ചു. എന്താ ജോ? ആരോ വാതിലിൽ തട്ടുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് ഡോർ തുറക്കാൻ പോയി. അവൻ ഡോർ തുറന്നപ്പോൾ ആരെയും കണ്ടില്ല. നഥാനിയ ജോനഥാന്റെ പാന്റിൽ പിടിച്ചപ്പോൾ അവൻ താഴേക്ക് നോക്കി. ആരാ ഇത്? അവൻ നഥാനിയെ എടുത്തു. നാനൂസേ, എന്താ ഇവിടെ? നാനു ആന്റിയുടെ ഒപ്പം ഉറങ്ങാൻ വന്നാ. ആണോ? ജോനഥാൻ ഡോർ അടച്ച് നഥാനിയെ ബെഡിൽ കിടത്തി. ആന്റിയുടെ ഒപ്പം ഉറങ്ങാൻ വന്നാ നാനു? ആണോ? റിബേക്ക നഥാനിയെ കെട്ടിപ്പിടിച്ചു. നാനു ആന്റിയുടെ ഒപ്പം ഉറങ്ങിക്കോ. അവൾ നഥാനിയുടെ കവളിൽ ഉമ്മ കൊടുത്തു.
ആന്റി നാനുവിനെ ഓർക്കിത്ത. നഥാനിയ അവളുടെ മേലെ കയറി കടന്നു. റിബേക്ക അവളുടെ പുറത്ത് തട്ടിക്കൊടുത്ത് ഉറക്കാൻ ശ്രമിച്ചു. ജോനഥാൻ അത് നോക്കിക്കടന്ന് മെല്ലെ ഉറക്കമായി. എന്റെ മമ്മയെ ചീത്ത പറഞ്ഞല്ലേ? നഥാനിയ മുഖമുയർത്തി റിബേക്കയെ നോക്കി. എന്താ മോളെ? ഒന്നുമില്ല ആന്റി. നഥാനിയ റിബേക്കയുടെ നെഞ്ചിൽ തലവെച്ച് കണ്ണുകളടച്ചു. റിബേക്കയും. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. പെട്ടെന്ന് റിബേക്ക കണ്ണു തുറന്നു. റിബേക്കയ്ക്ക് ശരീരമാകെ ചൂടെടുക്കുന്നതായി തോന്നിത്തുടങ്ങി. ശരീരത്തിന്റെ ഓരോ അണുവും അവൾക്ക് പൊള്ളിത്തുടങ്ങി. മെറിയം വെള്ളം കുടിക്കാനായി എഴുന്നേറ്റപ്പോൾ നഥാനിയെ കണ്ടില്ല. ഈ കുട്ടി ഇതെവിടെ പോയി? ദാവി, ദാവി! മെറിയം ദാവീദിനെ വിളിച്ചു. എന്താ പാക്ക്? അവൻ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റു. മോളെ കാണുന്നില്ല. വാട്ട്? ദാവീദ് ബെഡിൽ നോക്കിയപ്പോൾ കുഞ്ഞില്ലായിരുന്നു. ഡോറ് തുറന്ന് കിടക്കുന്നുണ്ടല്ലോ. മെറിയം വാതിലിന്റെ അടുത്തേക്ക് ഓടി. ദാവി, നാനു എവിടെ? മെറിയത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ദാവീദ് അവളെ തന്നെ നോക്കിയിരുന്നു. അബാ, നാനു ആന്റിയുടെ ഒപ്പം ഒഴുങ്ങിക്കോളാം. ദാവീദിന് മകൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു. മമ്മാ! റിബേക്കയുടെ നിലവിളി കേട്ടപ്പോൾ മെറിയം ദാവീദിനെ നോക്കി. മോൾ ഇവയുടെ അടുത്ത് കാണും. അവൻ പുറത്തേക്കോടി. പിന്നാലെ മെറിയവും. എന്താ റിബേക്ക? ജോനഥാൻ ചോദിച്ചുകൊണ്ടിരുന്നു. എനിക്ക് മേലാകെ പൊള്ളുന്നു. എന്ത് പറ്റി ആന്റി? കോട്ടുവ ഇട്ടുകൊണ്ട് നഥാനിയ ചോദിച്ചു. എനിക്കാകെ പൊള്ളുന്നു ജോ. റിബേക്ക കരഞ്ഞു. വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ജോനഥാൻ ചെന്ന് വാതിൽ തുറന്നപ്പോൾ ദാവീദും മെറിയവും കണ്ടത് ബെഡിൽ കിടന്ന് ഞെരിവിരി കൊള്ളുന്ന റിബേക്കയെയും അടുത്ത് കിടക്കുന്ന നഥാനിയെയുമാണ്. മെറിയം ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്തു. എന്റെ മോളെ എന്തിനാ എടുത്തുകൊണ്ട് വന്നത്? മോള് തനിയെ വന്നതാ സേറ, ജോനഥാൻ പറഞ്ഞു. എന്തായി വാ? ദാവീദ് ചോദിച്ചു. എനിക്ക് മേലെല്ലാം പൊള്ളുന്നു. അവൾ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോയി ഷവറിന് കീഴിൽ നിന്നിട്ടും റിബേക്കയ്ക്ക് സ്വസ്ഥത കിട്ടിയില്ല. അവൾ വേദന കൊണ്ട് കരഞ്ഞു. റിബേക്ക, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ജോനഥാൻ പറഞ്ഞു. മറുപടി പോലും പറയാതെ അവൾ ഷവറിന് ചുവട്ടിലിരുന്നു. റിബേക്ക കരയുന്നത് കണ്ടപ്പോൾ ദാവീദിന്റെ മനസ്സിൽ വിഷമം തോന്നി. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ മെറിയം നഥാനിയെ ചേർത്ത് പിടിച്ച് നിൽക്കുകയായിരുന്നു. മമ്മയുടെ തോളിൽ തല വെച്ച് നഥാനിയ റിബേക്കയെ നോക്കുന്നുണ്ടായിരുന്നു. ദാവീദ് ബാത്റൂമിലേക്ക് ചെന്ന് റിബേക്കയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നെ വിട് ദാവി, എനിക്ക് ചൂടെടുക്കുന്നു. ദാവീദ് റിബേക്കയെ കെട്ടിപ്പിടിച്ചു. മെറിയത്തിന്റെ മുഖം മാറി. റിബേക്കയുടെ ശരീരത്തിലെ ചൂട് കുറഞ്ഞു വന്നു. അവൾ ദാവീദിനെ നോക്കി, മെറിയത്തെയും. മെറിയത്തിന്റെ മുഖത്തെ ദേഷ്യം റിബേക്കയ്ക്ക് മനസ്സിലായി. മാറിയില്ലേ? ദാവീദ് ചോദിച്ചു. മാറി, താങ്ക്സ് ദാവി, റിബേക്ക ദാവീദിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളെ വിട്ട് ബാത്റൂമിന് പുറത്തേക്ക് വന്ന് മെറിയത്തെ നോക്കി. പോകാം. അബാ, നാനു ആന്റിയുടെ ഒപ്പം ഒഴുങ്ങിക്കോളാം. അത് കേട്ടപ്പോൾ മെറിയം നഥാനിയെ നോക്കി. നോ, ദാവീദ് പറഞ്ഞു. ദാവീദ്, നാനു ഇവിടെ കിടന്നോട്ടെ, ജോനഥാൻ പറഞ്ഞു. ഇല്ല, മെറിയം നഥാനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നാനു ആന്റിയുടെ ഒപ്പം ഒഴുങ്ങുള്ളൂ. നഥാനിയ വാശി പിടിച്ച് കരയാൻ തുടങ്ങി. മെറിയം നഥാനിയയുടെ കരച്ചിൽ കേൾക്കുവാൻ നിൽക്കാതെ അവളെ കൂട്ടി റൂമിലേക്ക് നടന്നു. നിങ്ങൾ കിടന്നോളൂ. ദാവീദ് റൂമിലേക്ക് പോയി. നാനു, ദാവീദ് ദേഷ്യത്തിൽ വിളിച്ചു. നാനുവിനോട് അബ്ബ പറഞ്ഞതല്ലേ പോകരുതെന്ന്, പിന്നെന്തിനാ പോയത്? നാനു ആന്റിയുടെ ഒപ്പം ഒഴുങ്ങിയാ മതി. അടി കിട്ടും നിനക്ക് വാശി പിടിച്ചാൽ. മെറിയം നഥാനിയെ അടിക്കാൻ എന്നോണം കൈയോങ്ങി. മെറിയം, ദാവീദ് ഉറക്കെ വിളിച്ചു. നീ എന്തിനാ മോളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ നോ എന്ന് പറഞ്ഞത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നാനു കുഞ്ഞല്ലേ പഗ്. നാനു മമ്മയോട് പേക്ക. മമ്മ പൊക്കോ. അവൾ ചെന്ന് ദാവീദിനെ കെട്ടിപ്പിടിച്ചു നിന്നു. അതെ, നാനു കുഞ്ഞ. അതുതന്നെയാ എനിക്ക് ഭയം. എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന്. എല്ലാം ക്ഷമിച്ച് ഞാൻ നിൽക്കുന്നത് എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും നഷ്ടപ്പെടാതിരിക്കാനാണ് ദാവി. സ്വയം നഷ്ടപ്പെടുത്താൻ നിങ്ങൾ നിൽക്കരുത്. മെറിയം ബാൽക്കണിയിലേക്ക് പോയി നിന്നു. നാനൂന് ഉറങ്ങണ്ടേ? മമ്മ കഞ്ഞു അബ്ബാ. മമ്മ കരയൊന്നുമില്ല. മമ്മ സ്ട്രോങ് ആണ്. മമ്മയോളം അബ്ബ പോലും സ്ട്രോങ് അല്ല. അബ്ബ ഡ്രസ്സ് മാറി വന്ന് മോളെ ഉറക്കിത്തരാം. ദാവീദ് നനഞ്ഞ ഡ്രസ്സ് മാറി വന്ന് നഥാനിയെ എടുത്ത് റൂമിൽ നടന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന മെറിയത്തെ നോക്കി. നഥാനിയ ഉറങ്ങിയപ്പോൾ അവൻ അവളെ ബെഡിൽ കിടത്തി ബാൽക്കണിയിലേക്ക് നടന്നു. മെറിയത്തിന്റെ തോളിൽ കൈവച്ചപ്പോൾ മെറിയം അവനെ നോക്കി. എന്താ പഗ്, എന്താ നിനക്ക് പറ്റിയത്?
മോള് റിബേക്കയോട് വല്ലാതെ അടുക്കുന്നു ദാവി. നിനക്കതിൽ പ്രശ്നമൊന്നും തോന്നിയില്ലേ? എന്തിന്? നാനുവിന്റെ അബ്ബയും അമ്മയും നമ്മളാണ്. നാനൂൻ അവളുടെ മമ്മ എന്നാൽ ജീവനാണെന്ന് ഞാൻ പറഞ്ഞു തരണോ? പിന്നെ എന്താ നിനക്ക് പ്രശ്നം? പിന്നെ റിബേക്കയും ജോനത്താനും അവർക്ക് നമ്മളോടുള്ള പോലെയല്ല. നാനൂനോട് അവർക്ക് സ്നേഹമുണ്ട്. സ്നേഹം? അത് എന്ത് തരം സ്നേഹമാണെന്ന് ഞാൻ പറഞ്ഞു തരണോ ദാവി? പഗ്, നോക്ക്, നമ്മുടെ മോള് കാരണം അവർ സാത്താന്റെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ അത് എത്ര നല്ല കാര്യമാണ്. ദാവീദ് നഥാൻ ഏത്തൻ എന്നു മുതലാ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്? സമയം നോക്കിയില്ല. ദാവീദ് ചിരിച്ചു. ഈയിടെയായി നിനക്കും അവരോട് ഭയങ്കര സ്നേഹമാണ്. അവള് വേദനിച്ചപ്പോൾ കണ്ണു നിറയുന്നു, കെട്ടിപ്പിടിക്കുന്നു. മറിയം മുഖം വീർപ്പിച്ചു നിന്നു. ആ, വെറുതെ അല്ല. നാനൂൻ ഈ മുഖം വീർപ്പിക്കല് നിന്റെ കയ്യിൽ നിന്നാണല്ലോ കിട്ടിയത്. പോടാ, അതെന്റെ മോളാ. മറിയം ബെഡിൽ കിടക്കുന്ന നഥാനിയെ നോക്കി പറഞ്ഞു. പഗ്? അവൾ വിളി കേട്ടു. നാനു ഉറങ്ങി. ദാവീദ് അവളെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. നമുക്ക് ഉറങ്ങാം. മറിയം ചിരിച്ചു. എനിക്ക് ഉറക്കം വരുന്നില്ല. ദാവീദ് അവളുടെ കഴുത്തിൽ മുഖം താഴ്ത്തി പറഞ്ഞു. പക്ഷെ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ദാവി. നീ കുറേയായി ഉറങ്ങുന്നു, ഇന്നുറങ്ങണ്ട. ദാവീദ് മിറിയത്തെ കൈകളിൽ കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു. ഉറക്കമുണർന്ന് നഥാനിയെ നോക്കുമ്പോൾ ദാവീദും മിറിയവും ഒരുമിച്ച് കിടക്കുന്നത് കണ്ടു. അവൾ എഴുന്നേറ്റ് മിറിയത്തിന്റെ മേലെ കയറിക്കിടന്നു. മിറിയം ഉറക്കത്തിൽ നഥാനിയെ കെട്ടിപ്പിടിച്ചു. ദാവീദും. കുറച്ചു കഴിഞ്ഞ് മിറിയം കണ്ണു തുറന്ന് തന്റെ മേലെ കിടക്കുന്ന നഥാനിയയെ ബെഡിൽ ദാവീദിന്റെ അടുത്ത് കിടത്തി. കുളി കഴിഞ്ഞ് മിറിയം വരുമ്പോൾ അബ്ബയും മോളും കെട്ടിപ്പിടിച്ച് ഉറക്കമായിരുന്നു. ദാവി? ദാവീദ് ഉറക്കത്തിൽ വിളി കേട്ടു. ഞാൻ താഴെ പോവുക, മോളെ നോക്കിക്കൊള്ളണം. അവൻ മോളി. മിറിയം റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ റിബേക്ക വരുന്നുണ്ടായിരുന്നു. ബോക്കർട്ടോ സാറാ. സെർവന്റ് നഥാനിയയ്ക്കുള്ള ഭക്ഷണവുമായി വന്നതായിരുന്നു. ബോക്കർട്ടോ? ഇപ്പോൾ വേണ്ട, നാനും ഉറക്കമാണ്. ദാവീദ് ഉണ്ടാകത്ത്. ശരി സാറാ. അവർ അവിടെ നിന്ന് പോയി. ഗുഡ് മോർണിംഗ് റിബേക്ക, മിറിയം പറഞ്ഞു. ഗുഡ് മോർണിംഗ്. എന്തായി, പൊള്ളലെല്ലാം മാറിയോ? അത് ദാവീദ് കെട്ടിപ്പിടിച്ചപ്പോൾ തന്നെ മാറി. റിബേക്ക ചിരിച്ചു. മിറിയം ഒന്നും മിണ്ടാതെ താഴേക്ക് പോയി. റിബേക്ക ഡോർ തുറന്ന് നോക്കിയപ്പോൾ ദാവീദും കുഞ്ഞും ബെഡിൽ കിടക്കുന്നത് കണ്ടു. റിബേക്ക ആ റൂമിലേക്ക് കടന്നു. കട്ടിലിന്റെ തലക്കിലെ ചുമരിൽ മിറിയത്തെ ചേർത്ത് പിടിച്ച് കുഞ്ഞിനെയും എടുത്ത് നിൽക്കുന്ന ദാവീദിന്റെ ഫോട്ടോ വലുതാക്കി വെച്ചിരുന്നു. റിബേക്ക റൂം ആകമാനം നോക്കി. അങ്ങിങ്ങായി എല്ലായിടത്തും നാനുവിന്റെ ടോയ്സ് ആയിരുന്നു. ഒരു ചുമരിന്മേൽ നിറയെ നാനുവിന്റെ ഫോട്ടോസായിരുന്നു. റിബേക്ക നോക്കുമ്പോൾ കണ്ണു തുറക്കാതെ നഥാനിയ എഴുന്നേറ്റ് ദാവീദിന്റെ നെഞ്ചിൽ കയറിക്കിടക്കുന്നത് കണ്ടു. അവൾ അവരെ നോക്കി നിന്നു. റിബേക്ക, ഇവർ നിനക്ക് അവകാശപ്പെട്ടതാണ്. നിന്റെ സ്ഥാനമുറപ്പിക്ക റിബേക്ക. അവളുടെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു. റിബേക്ക ചെന്ന് നഥാനിയെ തൊട്ടതും അവൾ നിലത്തേക്ക് തെറിച്ചു വീണു. ശബ്ദം കേട്ട് ദാവീദ് കണ്ണു തുറന്ന് നോക്കി. എന്താ ഇവ? അവൻ കുഞ്ഞിനെ ബെഡിൽ കിടത്തി എഴുന്നേറ്റ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. റിബേക്ക എഴുന്നേൽക്കുന്നതിനിടയിൽ വീഴാൻ പോയതും ദാവീദ് അവളെ പിടിച്ചു. അന്നേരമാണ് ജോനഥാൻ വാതിൽ തുറന്നു വന്നത്. ഓ, നീ ഇവിടെയായിരുന്നല്ലേ? ജോനഥാൻ ദേഷ്യത്തിൽ പറഞ്ഞു. റൂമിൽ കാണാതെ ആയപ്പോൾ ഞാൻ കരുതി ദാവീദിനെ കാണാൻ വന്നതാകുമെന്ന്. ജോ, ഞാൻ നാനൂനെ കാണാൻ വന്നതാ, റിബേക്ക പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു. അന്നേരമാണ് മിറിയം റൂമിലേക്ക് വന്നത്. എന്താ ഇവിടെ? അവൾ ചോദിച്ചു. നിനക്ക് നാനുവിന്റെ അബ്ബയുമാണ് പ്രധാനമെങ്കിൽ ഇവിടെ നിന്നേക്ക്, എന്നെ വെറുതെ വിട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ ഒളിച്ചും പാത്തും ഇവനെ കാണാൻ വരണ്ടല്ലോ. ജോനത്താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ദാവീദ് അവനെ നോക്കി. ജോ, ഞാൻ കുഞ്ഞിനെ കാണാൻ വന്നതാണ്. മതി, നിന്റെ കുഞ്ഞൊന്നും അല്ലല്ലോ ഇങ്ങനെ എപ്പോഴും കാണാൻ. പെട്ടെന്നാണ് നാനു ഉറക്കത്തിൽ കരഞ്ഞത്. റിബേക്ക കുഞ്ഞിനെ എടുക്കാൻ പോയതും വേണ്ട, ദാവീദ് അവളെ തടഞ്ഞു. എന്റെ കുഞ്ഞ് കരഞ്ഞാൽ അവളെ എടുക്കാൻ നാനുവിന്റെ മമ്മയുണ്ട്. മിറിയം ചെന്ന് നാനുവിനെ എടുത്തു. കരയല്ലേ നാനു, മമ്മ വന്നല്ലോ, കരയണ്ടോ. അവൾ കുഞ്ഞിനെ എടുത്ത് നടന്നു. കുഞ്ഞ് കരച്ചിൽ നിർത്തി അവളുടെ തോളിൽ തലവെച്ച് കിടന്ന് വീണ്ടും ഉറക്കമായി. മിറിയം നഥാനിയെ ബെഡിൽ കിടത്തി അവരുടെ അടുത്തേക്ക് ചെന്നു. എല്ലാവരും പുറത്തു പോകണം. എന്റെ കുഞ്ഞിന് ഉറങ്ങാനുള്ളതാണ്. നിങ്ങളുടെ നാടകങ്ങളെല്ലാം ഈ റൂമിന് പുറത്ത്. ഇതേതന്റെ റൂമാണ്. ഈ റൂമിൽ കടന്നു വരാൻ പോലും നിയമങ്ങളുണ്ട്. സോ ജോനഥാനും റിബേക്കയും പുറത്തു പോ. സേറാ, ജോനഥാൻ അവളെ വിളിച്ചു. ഗെറ്റ് ഔട്ട്, മിറിയം പറഞ്ഞു. അവർ പുറത്തേക്ക് പോയി. മിറിയം ദാവീദിനെ നോക്കി. കാലത്ത് തന്നെ മൂട് കളയാനായി ഓരോന്നു വന്ന് കയറും.
ദാവീദ് പറഞ്ഞു. ക്ഷണിച്ചു വരുത്തിയത് ആരാണ് ദാവി? ദേ കിടക്കുന്നു, സ്വസ്ഥത തരാതെ വിളിക്കബ്ബ എന്ന് പറഞ്ഞ ആള്. അത് കേട്ടപ്പോൾ മറിയം ചിരിച്ചു. എല്ലാം ഒപ്പിച്ച് ഒന്നും അറിയാതെ പോലെ കിടക്കുന്ന കണ്ടില്ലേ? ദാവീദ് ഉറങ്ങുന്ന കുഞ്ഞിനെ നോക്കി പറഞ്ഞു. മമ്മ മമ്മ. നഥാനിയ മറിയത്തിന്റെ അടുത്തേക്ക് ചെന്നു. എന്താണ് മോളെ? മമ്മ, ആദുവും ആന്റിയും പാർക്കിൽ പോവാ. നാനൂനും പോണം. പാർക്കിലോ? നോ, അബ്ബ അറിഞ്ഞാൽ മമ്മിയെ കൊല്ലും. നാനൂന് പോണം, പാർക്കിൽ പോണം. നഥാനിയ വാശി പിടിച്ചു തുടങ്ങി. നാനു, വാശി പിടിക്കണ്ട. അബ്ബ പറഞ്ഞിട്ടില്ലേ അബ്ബ ഇല്ലാത്തപ്പോൾ പോകരുതെന്ന്. നാനൂന് പോണം. അവൾ കരഞ്ഞു തുടങ്ങി. ശരി, പക്ഷെ വേഗം വരും. അബ്ബ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അവിടെ നിന്ന് വരുന്നതിന് മുൻപേ തിരിച്ചെത്തണം. അവിടെ പോയാൽ വാശി പിടിക്കരുത്. ഇല്ല. നാനു ചിരിച്ചു. എന്നാൽ മമ്മ ഡ്രസ്സ് മാറ്റിത്തരാം. സെറാ. എമിയും അവളുടെ കൈ പിടിച്ച് ആദമും അവിടേക്ക് വന്നു. നാനു പാർക്കിലേക്കുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ റെഡിയായി വരാം. എന്നാ സേറ ഡ്രസ്സ് മാറിക്കോ. നാനുവിനെ ആന്റി ഒരുക്കിക്കോളാം, അല്ലേ നാനു? നാനു ചിരിച്ചു. നാനു പാർക്കിൽ പോവാനേ. അവൾ കൈകൊട്ടി ചിരിച്ചു. പോകാൻ റെഡിയായി അവർ താഴേക്ക് വന്നു. നോക്ക്, ദാവീദ് വരുന്നതിന് മുന്നേ തിരിച്ചെത്തിക്കൊള്ളാം, കാഥറിൻ പറഞ്ഞു. ആ ആന്റി. മറിയം നഥാനിയ എടുത്ത് കാറിൽ കയറി. എമിയും ആദവും കാറിൽ കയറി. നഥാനിയ സീറ്റിൽ നിന്ന് വിൻഡോയിലൂടെ പുറത്തെ കാഴ്ചകൾ കണ്ട് ചിരിച്ചു. നഥാനിയ ഭയങ്കര ഹാപ്പിയാണല്ലോ, എമി പറഞ്ഞു. എന്തിനാ നാനുവിനെ പുറത്തുവിടാതെ മേലേക്ക് വളർത്തുന്നത്? നാനുവിന്റെ സുരക്ഷയോർത്ത്. പക്ഷേ അത് നാനുവിന്റെ നല്ല കാലങ്ങളെ ബാധിക്കില്ലേ സേറ? ഇനി സ്കൂളിൽ വിടണ്ടേ? അപ്പോഴോ? സേറയ്ക്ക് പറഞ്ഞാ മതി. ഞാൻ പറയാതെ ഒന്നുമല്ല, ദാവീദ് അത് മാത്രം സമ്മതിച്ചു തരില്ല എമി. പാർക്കിലെത്തിയപ്പോൾ അവർ കാറിൽ നിന്നിറങ്ങി. മമ്മ, നാനു നന്നോളാം. വേണ്ട, മമ്മ എടുക്കാം. നാനു നന്നോളാം. അവൾ മറിയത്തിന്റെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി നടന്നു. നാനു നിൽക്ക്. മറിയം അവളുടെ കൈ പിടിച്ചു. ഓടണ്ട, നടന്നാ മതി. നഥാനിയ മറിയത്തിന്റെ കൈ പിടിച്ച് ചാടി നടന്നെല്ലാം നോക്കിക്കണ്ടു. അന്ന് പതിവില്ലാതെ തിരക്കുണ്ടായിരുന്നു പാർക്കിൽ. മമ്മ, ബലൂൺ. നാനൂന് ബലൂൺ വേണം. ബലൂണോ? വാങ്ങിത്തരാം. വാശി പിടിക്കണ്ട ഇനി അതിന്. മറിയം 2 ബലൂൺ വാങ്ങി, ഒന്ന് ആദമിനും ഒന്ന് നഥാനിയയ്ക്കും കൊടുത്തു. അവൾ അത് പിടിച്ച് കാഴ്ചകൾ കണ്ടു നടന്നു. മമ്മ എടുക്കട്ടെ നാനു? നാനു നന്നോളാ, അവൾ പറഞ്ഞു. മറിയം നഥാനിയയുടെ കൈപിടിച്ച് എല്ലാം നോക്കി നടക്കുമ്പോൾ ചിലർ നഥാനിയെ നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. എമി, നമുക്ക് പോകാം. എന്താ സാറാ? ചിലർ മോളെ നോക്കുന്നത് കാണുമ്പോൾ എന്തോ പോലെ. നിനക്ക് തോന്നുന്നതാ അത്, എമി പറഞ്ഞു. പക്ഷേ മറിയത്തിന്റെ മനസ്സ് അസ്വസ്ഥമായി തുടങ്ങി. എങ്കിൽ ഞങ്ങൾ പോവാ. ഒരു ടാക്സി വിളിച്ചോളാം. നിങ്ങളെല്ലാം കണ്ടിട്ട് പോരെ? സെറ, അത് സാരമില്ല. എനിക്കെന്തോ പോലെ. നാനു വാശി പിടിച്ചതുകൊണ്ട് മാത്രമാ ഞാൻ. അവൾ നാനുവിനെ എടുത്തു. നിങ്ങൾ പിന്നെ വന്നാ മതി. നമുക്ക് പോകാം നാനു. നാനു ഇല്ല, കൊച്ചു കൈയ്യട്ടെ മമ്മ. ഇല്ല, നമ്മൾ പോവാ. അവൾ നടന്നു. ഇല്ല, നാനു ഇല്ല, നാനു ഇല്ല. അവൾ കാലുകൾ ഇട്ടടിച്ച് കരയുവാൻ തുടങ്ങി. നാനു ഒതുങ്ങിയിരിക്കേ. ഇല്ല, നാനൂന് പാർക്കിൽ പോണം. അവൾ മറിയത്തിന്റെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി ഓടി. നാനു നിൽക്ക്. മറിയം അവൾക്ക് പിന്നാലെ ഓടാൻ ആഞ്ഞതും ആരോ വന്ന് മറിയത്തിന്റെ മേലെ ഇടിച്ചു. മറിയം നിലത്തേക്ക് വീണു. സോറി മാഡം, ആ സ്ത്രീ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. നാനു. അവൾ അവിടേക്ക് ഓടി. നാനു. മറിയം നോക്കുമ്പോൾ നഥാനിയെ കണ്ടില്ല. അവൾ എല്ലായിടത്തും നോക്കി. നാനു. എമി. എമിയെ കണ്ടപ്പോൾ മറിയം അവളുടെ അടുത്തേക്ക് ചെന്നു. പോയില്ലേ? നാനു ഇങ്ങോട്ട് വന്നോ? എന്റെ കയ്യിൽ നിന്ന് ഇറങ്ങി ഓടി എമി. ഇല്ല, ഞാൻ കണ്ടില്ല. യാഹേ, എന്റെ മോള്. മറിയം ചുറ്റും നോക്കി. നാനു. മറിയം വിളിച്ചു നടന്നു. നാനു. എമി ആദമിനെ എടുത്ത് നടന്നു. നാനു. മറിയം ചുറ്റും നോക്കി. പുതിയൊരു ബ്ലോക്ക് കൂടി തുടങ്ങണമെന്നാണോ ആരോൺ നീ പറയുന്നത്? ദാവീദ് ചോദിച്ചു. യെസ്, തിരക്ക് കൂടുതലാണ്. ഇസ്രായേലിൽ ഇത്രയും ചിലവ് കുറഞ്ഞ് ഒരു ഹോസ്പിറ്റലിലും ചികിത്സ കൊടുക്കുന്നില്ല. എല്ലാവരും ഇങ്ങോട്ടാണ് വരുന്നത്. സോ പുതിയൊരു ബ്ലോക്ക് കൂടി വേണ്ടിവരും. അന്നേരമാണ് ആരോണിന്റെ ഫോൺ റിങ് ചെയ്തത്. ഹലോ എമി. ആരോൺ. എമി കാര്യങ്ങൾ പറഞ്ഞു. ആരോൺ ദാവീദിനെ നോക്കി.
എന്താടാ? ദാവി നാനുവിനെ കാണാനില്ല.